സ്ത്രീകളുടെയും വയോജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയുള്ള പദ്ധതികളും ഇത്തവണത്തെ ബജറ്റിലുണ്ട്. 60 വയസ്സ് കഴിഞ്ഞവർക്ക് പരിചരണവും സംരക്ഷണവും നൽകുന്ന കെയർ സെന്ററുകൾ സംസ്ഥാനത്തുടനീളം സ്ഥാപിക്കും. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് കെ-ലിഫ്റ്റ് എന്ന പദ്ധതിയും ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തൊഴിലിനും വിദ്യാഭ്യാസത്തിനുമായി യുവജനങ്ങൾ വിദേശത്തേക്ക് കുടിയേറുമ്പോൾ പ്രായമായവർ ഒറ്റപ്പെടുന്നു. ഇവരുടെ ആരോഗ്യത്തിനും സന്തോഷത്തിനും പ്രാധാന്യം നൽകുന്നതിനു വേണ്ടിയാണ് കെയർ സെന്ററുകൾ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. പ്രകൃതി സുന്ദരവും നല്ല കാലാവസ്ഥയുള്ളതുമായ സ്ഥലങ്ങൾ കണ്ടെത്തി സെന്ററുകൾ സ്ഥാപിക്കും. സ്വകാര്യ മേഖലയുടെ കൂടി പങ്കാളിത്തത്തോടെ സ്വദേശികൾക്കും വിദേശികൾക്കും ഇവിടെ പരിചരണം നൽകും. പല നാടുകളിൽ നിന്നും വിശ്രമ ജീവിതം തേടിയെത്തുന്നവർ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയ്ക്ക് കൂടി മുതൽക്കൂട്ടാകുമെന്നും ധനമന്ത്രി. കേരളത്തിന് പുറത്തുനിന്നുള്ള ആളുകൾക്കും വിദേശികൾക്കും ഇത്തരം കേന്ദ്രങ്ങളിൽ പരിചരണം നൽകും. ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും വിശ്രമ ജീവിതത്തിനും പരിചരണത്തിനുമായി വന്നെത്തുന്ന ഒരു കെയർ ഹബ്ബായി കേരളം മാറുകയാണെങ്കിൽ സമ്പദ് വ്യവസ്ഥയ്ക്കും അതൊരു വലിയ മുതൽക്കൂട്ടാവും. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഉറപ്പുവരുത്തുക എന്നതാണ് കുടുംബശ്രീ ലിവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന കെ-ലിഫ്റ്റ് പദ്ധതിയുടെ ലക്ഷ്യം. ഏകദേശം 430 കോടി രൂപയുടെ പദ്ധതികൾ ഇതുവഴി നടപ്പാക്കാമെന്ന് സർക്കാർ കണക്കുകൂട്ടുന്നു. ഒരു വർഷം കൊണ്ട് 3 ലക്ഷം സ്ത്രീകൾക്ക് ഉപജീവന മാർഗം ഉറപ്പുവരുത്തി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 24-25 സാമ്പത്തിക വർഷം കെ-ലിഫ്റ്റ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനിഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ എന്ന പേരിൽ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ പ്രത്യേക ഉപജീവന പദ്ധതി സംഘടിപ്പിക്കും. വിവിധ വ്യാപാര പദ്ധതികൾ ഉൾപ്പെടെ ഏകദേശം 430 കോടി രൂപയുടെ ഉപജീവന പരിപാടികളാണ് സർ സംഘടിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണത്തിനും ആതുര സേവനത്തിനുമൊപ്പം പുതിയ പദ്ധതികൾ കൊണ്ട് സാമ്പത്തിക നില മെച്ചപ്പെടുത്താമെന്ന കണക്കുകൂട്ടൽ കൂടി സർക്കാരിനുണ്ട്. മീഡിയ 1 തിരുവനന്തപുരം.